എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. LICയുടെ കുതിപ്പ്, LIC ഇഷ്യൂ പ്രൈസിനേക്കാളും വളരെയധികം ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ. നമുക്ക് ആ കുതിപ്പിൻ്റെ പിന്നിലെ കഥകളെക്കുറിച്ചൊന്ന് അറിയാം. അതായത് LIC ഇഷ്യൂ ചെയ്തതിന് ശേഷം ഏകദേശം 2022 മെയ്യിലാണ് 949 രൂപയ്ക്കാണ് LIC ഓഹരി ലിസ്റ്റ് ചെയ്തത്. അത് ഈ പ്രൈസ് വരെ ഇപ്പോൾ വളരെ ഉയർന്നുള്ളൂ. അവിടം വരെ എത്താനായിട്ട് ഏകദേശം 20 മാസം എടുത്തു. അതിൻ്റെ ഏറ്റവും ലോ വന്നിരിക്കുന്നത് 530 രൂപയുടെ. അപ്പോൾ 530 രൂപയിൽ നിന്നാണ് ഇപ്പോഴത്തെ 1200 ലെവൽ വരെ അത് എത്തിയത്. LIC നമുക്കറിയാം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു കമ്പനിയാണ്. പ്രീമിയം വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 60% വിഹിതമായി LICയുടെ രാജ്യത്തെ ഇൻഷുറൻസ് വിപണിയിൽ മുന്നിൽ നിൽക്കുന്ന കമ്പനി. 2022 മെയ്യിൽ 949 രൂപയ്ക്ക് LIC ഓഹരി ലിസ്റ്റ് നടന്നത് 20 മാസത്തിന് ശേഷം ആ ഇഷ്യൂവിലേക്ക് തിരിച്ചെത്തിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തം മൂല്യം മുമ്പെങ്ങുമില്ലാത്ത വിധം കുതിച്ചുയരുകയാണ്. പ്രതിപക്ഷം LICയെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഇന്ന് ആ കമ്പനിയുടെ ഓഹരികൾ റെക്കോർഡ് വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഈ പറഞ്ഞത് 2024 ഫെബ്രുവരി 6 നമ്മുടെ പ്രധാനമന്ത്രി രാജ്യസഭയിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകളാണ്. ഓഹരി വിപണിയിൽ LIC മറ്റു പൊതുമേഖലാ കമ്പനികളുടെയും വൻ കുതിപ്പിന് ഈ പ്രസ്താവന ഒരു കാരണമായിട്ടുണ്ട്. അതായത് LICയുടെ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു മോഡിയുടെ ഈ പ്രതികരണം. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. അതോടുകൂടി ഫെബ്രുവരിയുടെ ആ സമയം കഴിഞ്ഞോടുകൂടി 6 ശേഷം രണ്ടാമത്തെ ആഴ്ചയിൽ കൂടി അത് ഉയർന്നുകൊണ്ടേയിരുന്നു. അത് 530 രൂപയിൽ നിന്ന് ഏകദേശം 1175 വരെ പോയി. ഏകദേശം 75% വളർച്ചയുടെ ആ താഴെ ലോവിൽ നിന്ന് മുകളിലേക്ക് വളർന്നത്. ഈ LIC ഓഹരി വിപണിയുടെ അതിവേഗ കുതിപ്പ് നിക്ഷേപകരെയും വിപണി നിരീക്ഷകരെ ഒരുപോലെ ആകർഷിച്ചു. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധേയമായ ഒരു അധ്യായം അടയാളപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും വലുതും സ്വാധീനമുള്ളതുമായ കമ്പനികളിൽ ഒന്നായ LIC രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ രൂപപ്പെടുത്തി നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. LIC ഇഷ്യൂവിന് ശേഷം അത് വളരെയധികം താഴ്ന്നു. അത് തുടക്കത്തിൽ തന്നെ ആങ്കർ നിക്ഷേപകരൊക്കെ അതിനെ കൈവിട്ടുപോയി. അതിനുശേഷം 2021 മാർച്ചിൽ ആയതോടുകൂടി അത് വൻ ഇടിവീട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് LICയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇന്ത്യയിലെ 245 സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ ലയിപ്പിച്ച് ദേശസാൽക്കരിച്ച് 1956 സെപ്റ്റംബർ 1 LIC കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. തുടർന്ന് 63 വർഷങ്ങൾക്ക് ശേഷം 2022 മെയ്യിലാണ് LICയുടെ 3.5% ഓഹരികൾ ഏകദേശം 21,000 കോടി രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ IPO എന്ന പേരുമായി വിപണിയെ അഭിമുഖീകരിച്ച LICയെ സംബന്ധിച്ചോളം അത്ര മികച്ചതായിരുന്നില്ല അവരുടെ തുടക്കം. ആദ്യ മാസങ്ങളിൽ തന്നെ LIC നിക്ഷേപകരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാനായിട്ട് സാധിച്ചില്ല. വൻ പ്രതീക്ഷ, അതായത് കൂടുതൽ പ്രതീക്ഷകളുമായി ഈ LICയുടെ സംരംഭത്തിൻ്റെ ഭാഗമായ ആങ്കർ നിക്ഷേപകർ പോലും LICയുമായി ഒന്നിച്ചു പോകാൻ വിമുഖത കാണിച്ചു. അതായത് വൻകിട നിക്ഷേപകരാണ്, അതായത് ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്ന വൻകിട നിക്ഷേപകരുടെ ആങ്കർ നിക്ഷേപകർ എന്ന് പറയുന്നത്. അതായത് ആങ്കർ നിക്ഷേപകർക്ക് ഒരു ഓഹരികളിൽ നിക്ഷേപിക്കാൻ അവർക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. അപ്പോൾ LICയുടെ ലോക്ക് ഇൻ പീരീഡ് 30 ദിവസമായിരുന്നു. ആ ലോക്ക് ഇൻ പീരീഡ് അവസാനിച്ചപ്പോൾ LIC ഓഹരികൾ അവരെല്ലാം വിറ്റുമാറി തുടങ്ങി. അവിടെ നിന്ന് LICക്ക് വീണ്ടും ഒരു കഷ്ടകാലം തുടങ്ങി. വിദേശ നിക്ഷേപകരും അത് കൈവിട്ടു. നോർജിയൻ വെൽത്ത് ഫണ്ട്, നോർജ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, സിംഗപ്പൂർ സർക്കാർ എന്നിവ LICയുടെ ആങ്കർ നിക്ഷേപകരായിരുന്നു. അതുകൂടാതെ HDFC മ്യൂച്വൽ ഫണ്ട്, SBI, ICICI, കോട്ടക്കൽ മ്യൂച്വൽ ഫണ്ട് അവരൊക്കെ വിറ്റൊഴിഞ്ഞു മാറി. പ്രധാനമന്ത്രിയുടെ രാജ്യസഭയിലെ പ്രസംഗത്തിന് ശേഷം റിസൾട്ട് വന്നു, LICയുടെ റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടിൽ നല്ല ഒരു റിസൾട്ടാണ് ഉണ്ടായത്. ആ റിസൾട്ടിൽ നല്ലൊരു പുരോഗതിയുടെ സൂചന എല്ലാവർക്കും കിട്ടി. അതായത് LICയുടെ വരുമാനത്തിൽ ഏകദേശം 49% വർധനയുടെ രേഖപ്പെടുത്തിയത്.
ആ റിസൾട്ടിൽ. ഇതുകൂടാതെ അദാനിയും LICയും തമ്മിലുള്ളൊരു അഭേദ്യമായ കൂട്ടുകെട്ട് ആ സമയത്ത് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അതായത് അദാനി ഗ്രൂപ്പിൽ LICയുടെ നിക്ഷേപം ഹിഡൻബർഗ് വിവാദത്തിന് ശേഷം അദാനി നല്ല രീതിയിൽ താഴ്ന്നല്ലോ. അപ്പോൾ ഇതൊരു വിവാദമാക്കി മാറ്റി പ്രതിപക്ഷം. പക്ഷേ LIC അദാനിയുടെ ഷെയറുകൾ ആ സമയത്തൊന്നും വിറ്റുമാറിയില്ല. അതിനുശേഷം അദാനിയുടെ ഇഷ്യൂ ഒക്കെ മാറിയതിന് ശേഷം അദാനിയുടെ ഷെയർ നല്ല രീതിയിൽ കയറി. അത് LICക്ക് നല്ല നേട്ടം ഉണ്ടാക്കി കൊടുത്തു. LICനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ LIC ലോകത്തിലെ 4ാമത്തെ വൻകിട വലിയ ഇൻഷുറൻസ് കമ്പനിയാണ്. അതായത് S&P ഗ്ലോബൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് 2023 പുറത്തുവിട്ട റിപ്പോർട്ടിൽ LIC മുൻനിരയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അലയൻസ്, ASC, ചൈന ലൈഫ് ഇൻഷുറൻസ്, നിപ്പോൺ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയവയുടെ LICക്ക് മുമ്പിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ. അന്നത്തെ അവരെ S&Pയുടെ റിപ്പോർട്ട് പ്രകാരം LICയുടെ കരുതൽ ശേഖരം $50,307 കോടി. അതുകൂടാതെ LIC അവരുടെ ഓരോ ഓഹരിക്കും 4 രൂപ വീതം ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തരിക. ഇതും നിക്ഷേപകരെ നല്ല രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. കൂടാതെ 2023 ഡിസംബറിൽ കുട്ടികൾക്കായുള്ള അമൃത് പാൽ എന്നൊരു പോളിസിയും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്വീകാര്യത നിക്ഷേപകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. LICയുടെ ഈ പെട്ടെന്നുള്ള കുതിപ്പിൽ നമ്മളൊരു മലയാളിയും കൂടിയും ഒരു പങ്കാളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നഫലം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കമ്പനിയുടെ വളർച്ച, ലാഭക്ഷമത, പിന്നെ ഉപഭോക്താക്കളുള്ള പുതിയ പരിഷ്കാരങ്ങൾ നടത്തി. അപ്പോൾ ഈ സമയത്ത് 2019 മാർച്ച് മുതൽ 2023 മാർച്ച് വരെ LICയുടെ ചെയർമാനായിരുന്ന് പ്രവർത്തിച്ച മലയാളി AR കുമാർ, അദ്ദേഹമാണ് പുതിയ മാറ്റങ്ങൾക്ക്, ഇത്തരം കൂടുതൽ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതൊക്കെ LICയുടെ ഒരു ഉയർച്ചയ്ക്ക് ഒരു വലിയൊരു വഴിത്തിരിവായിട്ടുണ്ട്. അപ്പോൾ LICയെക്കുറിച്ച് അല്ലെങ്കിൽ LICയുടെ വളർച്ചയെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.